ഹായ് ഹലോ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്നൊരു വരവായിരുന്നു, പ്രതീക്ഷിക്കാത്ത വരവ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു വരവായിരുന്നു കേട്ടോ. എന്തായാലും രാവിലെ ഉമ്മാൻ്റെ നൂൽപുട്ടൊക്കെ കഴിച്ച് വയറ് ഫുള്ളായിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് മന്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പ്രാവശ്യത്തെ മന്തി ഉണ്ടാക്കുന്നത് ഞാനാണ്. എല്ലാ പ്രാവശ്യവും ഉമ്മയും അനിയത്തിയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ പ്രാവശ്യം എൻ്റെ മന്തി കഴിക്കാൻ അവർക്കൊക്കെ ഒരാഗ്രഹം. പിന്നെ ഒന്നാമത് ആരും ഇല്ലല്ലോ, ഞാനും ഉമ്മയും കുട്ടികളും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അനിയത്തിമാരൊന്നും വന്നിട്ടില്ല. ചെറിയ അനിയത്തി ഇവിടെ ഇല്ല, അവൾ ഇൻറ്റേൺഷിപ്പിനായിട്ട് 2 മാസത്തെ വെക്കേഷനല്ലേ, അതിന് വേണ്ടിയിട്ട് മൂന്നാർ പോയി കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ എല്ലാം മസാലയൊക്കെ ആക്കി വെച്ച് എല്ലാം സെറ്റാക്കിയപ്പോഴാണ് കുട്ടികൾ കുറേ മാങ്ങ പെറുക്കിയിട്ട് വന്നിട്ടോ. എല്ലാം ഉപ്പും മുളകും ഇട്ടിട്ട് തരാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഓരോന്നോരോന്നായി മുറിച്ചതാ ഉപ്പും മുളകൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. സംഭവം ഞങ്ങളുടെ അടുത്തുള്ള പുളിമാങ്ങയാണ്, നല്ല പുളിയുള്ള മാങ്ങയാണ്. പക്ഷെ പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഓരോന്ന് ചെത്തി വരുമ്പോഴേക്കും നമ്മുടെ വായിൽ നിറയെ വെള്ളമാവില്ലേ. അങ്ങനെ കണ്ടോ, ഇന്നലെ കിട്ടിയൊരു സമ്മാനമാണ് ഈ ഒരു സമ്മാനം. എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്നലെ വന്നപ്പോൾ കടുന്നീൽ കുത്തിയത് കേട്ടോ. സത്യം പറഞ്ഞ് കടുന്നീൽ കുത്താനായിട്ട് വന്നതാണോ എന്ന് എനിക്കൊരു സംശയം. കാരണം ഞാൻ നല്ല ഷെയ്വിൻ്റെ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു, അപ്പോഴാട്ടോ എന്നെ കുത്തിയത്. പക്ഷെ ഇന്നലെ ഒന്നും അത്ര നീരുണ്ടായിരുന്നില്ല, ഇന്നൊക്കെ നല്ല നീരും വേദനയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ല ഇവിടെ അടി കൂടുന്നത്, ഇത് പിന്നെ എവിടെ പോയാലും അടിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മാങ്ങയൊക്കെ അവിടെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മന്തി പകുതി ഇങ്ങനെ ആയപ്പോഴാണ് അനിയത്തിയും അവളും കുട്ടിയും കൂടി ഇങ്ങനെ വരുന്നത് കാണുന്നത് കേട്ടോ. അതും നമുക്കൊരു സർപ്രൈസായിരുന്നു, പ്രതീക്ഷിക്കാത്തൊരു വരവായിരുന്നു കേട്ടോ അവളുടെ വരവ്. എന്തായാലും കുറേ നേരം സൊറ പറഞ്ഞിരിക്കാൻ ഒരാളും കൂടി ആയല്ലോ. അങ്ങനെ നമ്മുടെ മന്തി ഇതാ ചിക്കൻ കൊണ്ട് തിളച്ചും കൊണ്ടേ ഇരിക്കുന്നുണ്ട്. നല്ല ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാനും ഷിതുമോനും ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മന്തിക്കുള്ള അരി നമ്മൾ വേറെ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കിയത്. അപ്പോഴേക്കും അവൾ വന്നു, അപ്പോഴേക്കും എൻ്റെ ശ്രദ്ധ അവളുടെ അടുത്തേക്കായി, കുട്ടിയുടെ അടുത്തേക്കായി. അപ്പോൾ ഉമ്മച്ചിയാണ് ചോറ് ഇങ്ങനെ ഊറ്റിയെടുക്കുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും ഓരോ സൊറ പറയലും ഓരോ കുറ്റം പറയലും. കോഴി എന്നെ വോയിസ് പറയാൻ സമ്മതിക്കില്ല. എനിക്ക് വോയിസ് പറയുമ്പോഴൊക്കെ ഈ ഒരു കോഴി ഇവിടെ ഇങ്ങനെ കൂവിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഉപ്പ അന്ന് പള്ളിയിൽ പോയിട്ടുണ്ട്, ഒന്ന് വെള്ളിയാഴ്ചയല്ലേ. അപ്പോൾ ഇപ്പോൾ കുറച്ച് 2:30 ആവട്ടെ വരാറ്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുക. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ പ്ലാനിങ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പുറത്തൊക്കെ പോവുക. അതിപ്പോൾ ആരും ഇല്ലാത്തപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മന്തിയുടെ റെസിപ്പി ഞാൻ പറഞ്ഞുതരുമൊക്കെ ചെയ്തിരിക്കണു. ഇനിയും വേണമെന്നുള്ളവർക്ക് ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഇനിയും മന്തി ഉണ്ടാക്കുമ്പോൾ എന്തായാലും പറഞ്ഞുതരാം കേട്ടോ. കുറേ പേരുടെ അടുത്ത് ചോദിക്കാറുണ്ട്, കുറേ പേർക്ക് പറഞ്ഞു